സംസ്ഥാനത്ത് കോളറ ബാധിച്ച് മരണമെന്ന സംശയം. തിരുവനന്തപുരത്ത് നെയ്യാറ്റിൻകരയിൽ വയറിളക്കം ബാധിച്ച് മരിച്ച 26-കാരനൊപ്പം താമസിച്ചിരുന്ന കുട്ടിക്ക് കോളറ സ്ഥിരീകരിച്ചു. കാരുണ്യ ചാരിറ്റബിൾ സൊസൈറ്റി നടത്തുന്ന ഭിന്നശേഷി ഹോസ്റ്റലിലെ 12 പേരാണ് രോഗലക്ഷണങ്ങളോടെ ഇപ്പോൾ ചികിത്സയിലുള്ളത്. പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ ആരോഗ്യമന്ത്രി നിർദ്ദേശം നൽകി. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് നെയ്യാറ്റിൻകര കാരുണ്യ ചാരിറ്റബിൾ സൊസൈറ്റി നടത്തുന്ന ഭിന്നശേഷി പുനരധിവാസ കേന്ദ്രത്തിലെ അന്തേവാസി അനു വയറിളക്കം ബാധിച്ച് ചികിത്സ തേടുന്നത്. വൈകിട്ട് മരിച്ചു. പിന്നാലെ കൂടുതൽ പേർക്ക് രോഗലക്ഷണങ്ങൾ ഉണ്ടായി. കൂട്ടത്തിൽ ഛർദിയും വയറിളക്കവും ബാധിച്ച 10 വയസ്സുകാരനെയാണ് കോളറ സ്ഥിരീകരിച്ചത്. മെഡിക്കൽ കോളേജ് ആശുപത്രി അടക്കം ചികിത്സയിൽ 12 പേരുണ്ട്. കാര്യങ്ങൾ നിയന്ത്രണ വിധേയമാണെന്ന് DMO ഡോക്ടർ ബിന്ദു മോഹൻ ജനം ടിവിയോട് പറഞ്ഞു. ജില്ലയിലും ആകെ 12 കേസുകൾ മാത്രമാണ്. ഇവിടുന്നുള്ള കേസുകൾ മാത്രമേ സ്ഥിരീകരിച്ചിട്ടുള്ളതല്ല. ഒരു കേസാണ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. മറ്റു കേസുകൾ വയറിളക്കമായിട്ട് മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റഡ് ആണ്. ഈ ആരോഗ്യ കാരണം പ്രശ്നത്തിൽ തന്നെയാണോ മരണം സംഭവിച്ചത്? മൂലമാണ് മരണം അടഞ്ഞിട്ടുള്ളത്. പക്ഷേ അത് സ്ഥിരീകരിച്ചിട്ടില്ല. ഐസൊലേറ്റ് ചെയ്യണം. പേഷ്യൻസിന് പ്രത്യേകം ക്വാറന്റൈൻ ചെയ്ത് പ്രത്യേകം കടത്തണം, അല്ലെങ്കിൽ പകർച്ച പെട്ടെന്നായിരിക്കും. അതിനുവേണ്ടി നമ്മൾ ഐരാണിമുട്ടത്ത് ഐസൊലേഷൻ വാർഡ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി വരുന്ന പേഷ്യൻസിനെല്ലാം അങ്ങോട്ടാണ് അഡ്മിറ്റ് ചെയ്യുന്നത്. ഇതുവരെ മെഡിക്കൽ കോളേജിലാണ് അഡ്മിറ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷേ കൂടുതൽ സീരിയസ് ആയിട്ടുള്ള പേഷ്യൻസ് വരുവാണെങ്കിൽ മെഡിക്കൽ കോളേജിൽ തന്നെ അഡ്മിറ്റ് ചെയ്യേണ്ടി വരും. കോളറ സ്ഥിരീകരിച്ച സ്ഥാപനത്തിൽ ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. കൂടുതൽ പേരിൽ രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ഐരാണിമുട്ടത്ത് ഐസൊലേഷൻ സൗകര്യം ഒരുക്കാൻ ആരോഗ്യമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 65 പേരാണ് ഹോസ്റ്റലിലുള്ളത്. അവരിൽ തന്നെ ആൺകുട്ടികൾക്ക് മാത്രമാണ് രോഗലക്ഷണം. രോഗവ്യാപന സാഹചര്യത്തിൽ വീടുകളിലേക്ക് അയച്ച അന്തേവാസികളെയും പ്രത്യേകം നിരീക്ഷിക്കും. ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ ഹോസ്റ്റലിലെത്തി വിശദമായ പരിശോധന നടത്തി. അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. എങ്ങനെയാണ് രോഗം ബാധിച്ചതെന്ന് അറിയില്ലെന്നാണ് ഹോസ്റ്റൽ പ്രിൻസിപ്പൽ പറയുന്നത്. എങ്ങനെ വന്നു എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഫുഡിൻ്റെയും വെള്ളത്തിൻ്റെയും കാര്യത്തിൽ അങ്ങനെ ഒന്നും വരാൻ വഴിയില്ല. എങ്ങനെയാണെന്ന് എനിക്ക് പറയാനറിയില്ല. കോളറ സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിൽ നെയ്യാറ്റിൻകര മുനിസിപ്പാലിറ്റി പരിധിയിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ തീരുമാനമെടുത്തതായി ചെയർമാൻ PK രാജ്മോഹനും പ്രതികരിച്ചു. ക്ലോറിനേഷൻ എല്ലാ നമ്മളെ കിണറുകളിലും അതുപോലെ തന്നെ വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലത്തിന് ക്ലോറിനേഷൻ നടത്താനുള്ള തീരുമാനമെടുത്ത് പ്രാവർത്തികമാക്കി രാവിലെ അതിനാവശ്യമായ സാധനങ്ങളെല്ലാം വാങ്ങിക്കൊടുത്തു. ആ പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നുണ്ട്. സംസ്ഥാനത്ത് 6 മാസത്തിനിടയിൽ 9 പേർക്കാണ് കോളറ സ്ഥിരീകരിച്ചത്. 2017 സംസ്ഥാനത്ത് ഒടുവിൽ കോളറ ബാധിച്ച മരണം റിപ്പോർട്ട് ചെയ്തതും. അഖിൽ പലോട്ടുമഠം, ജനം, തിരുവനന്തപുരം.